ചോദ്യം എൻ്റേത് മാത്രമല്ല, ഒരു പൊതുസമൂഹത്തിൻ്റെ ചോദ്യമാണ്. മതം ശാന്തിയാണ്, സമാധാനമാണെന്നൊക്കെ പറയുമ്പോൾ, കലാപമല്ല കാരുണ്യമാണെന്നൊക്കെ പറയുമ്പോൾ, മത അനുയായികളിൽ നിന്നും കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന വാർത്തകൾ ശുഭകരമല്ലല്ലോ. ഈ മീഡിയകളിലും വാർത്താമാധ്യമങ്ങളിലൊക്കെ മതത്തെക്കുറിച്ച്, മതങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ മീഡിയ നല്ല പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? വിശദീകരണം ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. സഹോദരങ്ങളെ, മതം കലാപമല്ല കാരുണ്യമാണ് എന്ന വിഷയമാണ് മഗ്‌രിബിന് മുമ്പ് ഈ വള്ളിക്കുന്ന് അത്താണിക്കൽ പ്രദേശത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രോഗ്രാമിൽ വിശേഷിച്ചും നിങ്ങളുമായി ആശയവിനിമയം നടത്തുമ്പോൾ സദസ്സിലും വേദിയിലുമെല്ലാം ഒരു മഹാസഹോദരൻ്റെ അസാന്നിധ്യം നമ്മെ എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പരിപാടികൾക്കും മറ്റ് പ്രോഗ്രാമുകൾക്കുമെല്ലാം ഈ അടുത്ത പ്രദേശങ്ങളിലെല്ലാം സജീവമായി ഉണ്ടായിരുന്ന ബാപ്പു മാഷ് നമ്മളോട് വിട പറഞ്ഞതിന് ശേഷം ഈ അടുത്ത സ്ഥലത്ത് നടക്കുന്ന ആദ്യത്തെ പൊതുപരിപാടിയാണിത്. നമ്മളൊരാളെ അനുസ്മരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കെല്ലാം അദ്ദേഹത്തിൻ്റെ പാതയെപ്പോലെ തന്നെ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകേണ്ടവരാണ്. വളരെ സജീവമായി ഇസ്ലാമിക പ്രബോധന രംഗത്തുണ്ടായിരുന്ന ഒരു സുഹൃത്ത് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുവാനും വേണ്ടി ഞാൻ ഈ അവസരം ആമുഖമായി ഉപയോഗപ്പെടുത്തുകയാണ്. സർവ്വലോക രക്ഷിതാവായ കാരുണ്യവാനായ പരമകാരുണികനായ പടച്ചവനെ, ഞങ്ങളുടെ സഹോദരൻ ബാപ്പു മാഷക്ക് നീ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുകയും സ്വർഗത്തിൽ അദ്ദേഹത്തെയും ഞങ്ങളെയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. സഹോദരങ്ങളെ, ഇസ്ലാം ഒരാദർശമെന്നുള്ള നിലക്ക് സമാധാനമാണ് അതിൻ്റെ പേര് മുതൽ, കർമ്മങ്ങൾ മുതൽ, അഭിവാദനം മുതൽ എല്ലാം ഉൾക്കൊള്ളുന്നത് എന്നും കാരുണ്യത്തിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങളെല്ലാം കാരുണ്യത്തിൽ അധിഷ്ഠിതമാണെന്നും ആ കാരുണ്യത്തിൻ്റെ മതത്തിന് നിരപരാധികളുടെ നേരെ നിറയൊഴിക്കുവാൻ നിർദ്ദേശിക്കുവാൻ കഴിയില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിരുന്ന് ഭ്രംശിച്ചു പോയവരാണ് ഇസ്ലാമിൻ്റെ പേരിൽ തീവ്രവാദവും ഭീകരവാദവുമെല്ലാം പരിചയപ്പെടുത്തുന്നത് എന്നും ഇസ്ലാമിക പ്രമാണങ്ങളെ പഠിച്ചാൽ, പരിശുദ്ധ ഖുർആനെയും പ്രവാചകൻ്റെ ചര്യയെയും പഠിച്ചാൽ ഇസ്ലാം സമാധാനവും ശാന്തിയും കാരുണ്യവും സ്നേഹവുമാണ് പഠിപ്പിക്കുന്നത് എന്ന് ബോധ്യപ്പെടും എന്നുമുള്ള കാര്യങ്ങളാണ് വളരെ സംക്ഷിപ്തമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ
ഇനി ഈ വിഷയത്തിലുള്ള തുറന്ന സംവാദത്തിനുള്ള ചോദ്യോത്തരത്തിനുള്ള അവസരമാണ്. വിമർശനാത്മകമായി വിഷയത്തെ വിശകലനം ചെയ്തും വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങൾ ഉന്നയിച്ചും വിമർശിച്ചുമെല്ലാം ഈ സംവാദ സദസ്സിനെ സാർത്ഥകമാക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. ചോദ്യം: ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞതെല്ലാം ശരി, പക്ഷേ ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുന്നത് അതല്ലല്ലോ എന്നാണ്. അഥവാ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്, കാരുണ്യമാണ്, സ്നേഹമാണ്, സമാധാനമാണ് എന്നെല്ലാം പറയുമ്പോഴും ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ ഭീകരപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അത് ന്യായീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭീകരത, ഭീകരവാദം എന്ന ശബ്ദം അത് ഇംഗ്ലീഷിലെ ടെററിസത്തിൻ്റെ മലയാള പരിഭാഷയാണ്. ടെററിസം ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കുവാൻ ആരംഭിച്ചിട്ട് 3 പതിറ്റാണ്ടിലേറെ കാലമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇസ്ലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടുകൂടി പൂർത്തീകരിക്കപ്പെട്ട ഒരു ആദർശത്തിൻ്റെ പേരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലഘട്ടത്തിലെ പ്രവാചക ജീവിതം അവത് അവസാനിക്കുന്നതോടുകൂടി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പരിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനം അവതരിപ്പിക്കപ്പെടുന്നതോടുകൂടി പൂർത്തീകരിക്കപ്പെട്ട ആദർശമാണ് ഇസ്ലാം. ഇസ്ലാമിൽ നിന്നൊരു ഭീകരതയുണ്ടാകുമെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 14 നൂറ്റാണ്ടുകൾക്കിടക്ക് അത്തരമൊരു പ്രതിഭാസം ഉണ്ടായി വരണം. അത്തരമൊരു പ്രതിഭാസം ഉണ്ടായിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 30 വർഷത്തിൻ്റെ ഇടക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭീകരത, ഭീകരത, ഭീകരത എന്ന് ആവർത്തിച്ച് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? അത് പറയുമ്പോൾ ഒരല്പം അന്താരാഷ്ട്ര രാഷ്ട്രീയം പറയേണ്ടി വരും. എണ്ണ സമ്പത്ത് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ട് അരനൂറ്റാണ്ടിൽ ഒരല്പം അധികം കാലം മാത്രമേ ആയിട്ടുള്ളൂ. കാര്യമായ അത്ര പ്രസക്തമായി കണ്ടുപിടിക്കപ്പെട്ടിട്ട് എണ്ണ സമ്പത്ത് ധാരാളമായുള്ള സ്ഥലങ്ങൾ, മുസ്ലിങ്ങൾ ധാരാളമായി താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ലോകത്ത് യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്, അധിനിവേശങ്ങൾ നടന്നിട്ടുള്ളത് പ്രകൃതി സമ്പത്തുക്കളെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇന്ത്യയിലേക്ക് ആദ്യത്തെ അധിനിവേശ ശക്തികൾ കടന്നു വരുന്നത് പോർച്ചുഗീസുകാരാ. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? പ്രത്യേകിച്ച് കേരളത്തിലേക്ക് അവർ കടന്നു വന്നപ്പോൾ അന്നത്തെ നമ്മുടെ പ്രകൃതി സമ്പത്ത്, നമ്മുടെ കാർഷിക സമ്പത്തായിരുന്നു. അതിനെ ചൂഷണം ചെയ്യുക, അതിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പിന്നീട് ബ്രിട്ടീഷുകാർ ഒരുപാട് പതിറ്റാണ്ടുകൾ നമ്മളെ ഭരിച്ചു. അവരെന്താ ചെയ്തത്? ഈ നാട്ടിലെ സകലവിധ ധാതു സമ്പത്തും എന്തൊക്കെ കൊണ്ടുപോകാൻ കഴിയുമോ അതെല്ലാം കൊണ്ടുപോയി. ഇങ്ങനെയാണ് അധിനിവേശ ശക്തികൾ ഉണ്ടാവുക. പുതിയ കാലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. പഴയതുപോലെ ഒരു രാജ്യത്തിൻ്റെ മേലെ മറ്റൊരു രാജ്യം ദേശരാഷ്ട്രങ്ങളുടെ കാലഘട്ടത്തിൽ, നേഷൻ സ്റ്റേറ്റ്സിന്റെ കാലഘട്ടത്തിൽ പഴയതുപോലെ കേവലമായ അധിനിവേശ താല്പര്യമെന്ന് പുറത്തു പറഞ്ഞുകൊണ്ടൊരു കോളനി ഉണ്ടാക്കാൻ വേണ്ടി കടന്നു വരാൻ കഴിയില്ല. ഒരു അന്താരാഷ്ട്ര സംഘടനകളുണ്ട്, UN പോലുള്ള സംഘടനകൾ. അതുകൊണ്ട് തന്നെ അധിനിവേശം അത്ര പെട്ടെന്ന് കഴിയില്ല. അവിടെയാണ്
മുസ്ലിം നാടുകളിൽ പെട്രോളിയം കടന്നു വരുന്ന ഒരു പശ്ചാത്തലം, ആ പെട്രോളിയത്തിൻ്റെ ആ ആധിപത്യത്തിന് വേണ്ടിയുള്ള പരിശ്രമം, ഇതൊരു വശത്ത്. മറ്റൊരു വശത്ത് മുതലാളിത്തത്തിൻ്റെ വളർച്ച. മുതലാളിത്തം എന്ന് പറഞ്ഞാൽ എന്തിനേയും കച്ചവടം ചെയ്യുന്ന സംസ്കാരത്തിൻ്റെ പേരാണ്. അതിനെന്ത് പേരിട്ട് വിളിച്ചാൽ, ലിബറലിസം എന്ന് പറഞ്ഞാലും എന്ത് പേരിട്ട് പറഞ്ഞാലും എന്തിനേയും കച്ചവടം ചെയ്യാം. നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ സംസ്കാരത്തെ, എല്ലാറ്റിനെയും കച്ചവടം ചെയ്യാം. അതിന് പുതിയ പുതിയ മാർഗങ്ങൾ ഉണ്ടാകും. ഇവിടെ ലോകത്ത്, ലോകരാഷ്ട്രീയത്തിൽ രണ്ട് ധ്രുവങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്. USSR എന്നൊരു ധ്രുവം ഉണ്ടായിരുന്നു, USA എന്ന വേറൊരു ധ്രുവം ഉണ്ടായിരുന്നു. രണ്ട് ചേരികൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. USSR എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് റഷ്യ, കമ്മ്യൂണിസ്റ്റ് റഷ്യ. അതിന് ഒരു ദർശനമുണ്ടായിരുന്നു, ഒരു തത്വശാസ്ത്രം ഉണ്ടായിരുന്നു, ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നു. ഇതേപോലെ മറുവശത്ത് USA എന്ന് പറയുന്ന, അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം, അതിനും അതിൻ്റെതായ ഒരു ദർശനവും പ്രത്യയശാസ്ത്രവും എല്ലാം ഉണ്ട്. ഈ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആ ചേരികളായിട്ടായിരുന്നു ലോകരാഷ്ട്രങ്ങളെല്ലാം നിന്നിരുന്നത്. ഈ ചേരികൾ ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യമാണ് സോവിയറ്റ് റഷ്യയുടെ പതനത്തോടു കൂടി ഉണ്ടാകുന്നത്. സോവിയറ്റ് റഷ്യ തകർന്നു. കമ്മ്യൂണിസം എന്നതൊരു ദർശനം എന്നുള്ള നിലക്ക് ഒരിക്കലും പ്രായോഗികവൽക്കരിക്കാൻ കഴിയാത്തതാണ് എന്ന് ഗോർബച്ചേവിനെ പോലെയുള്ള സോവിയറ്റ് റഷ്യയുടെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ജനറൽ സെക്രട്ടറി അടക്കം തുറന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. ഒരുപാട് പ്രതീക്ഷകളുമായി കടന്നു വന്ന ദർശനമായിരുന്നു. അത് വേറൊരു വശമാണ്. അത് തകർന്നു. USSR എന്ന രാഷ്ട്ര സമുച്ചയം ചെറിയ ചെറിയ രാജ്യങ്ങളായി പിരിഞ്ഞു. ഈ സമയത്ത് മുതലാളിത്ത ലോകത്ത്, പ്രത്യേകിച്ചും അമേരിക്ക കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള യൂറോപ്യൻ ലോകത്ത് വലിയ ചർച്ചകൾ ഉണ്ടായി. ഇനി എന്ത് എന്നായിരുന്നു ചർച്ച. അന്ന് അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ഫ്രാൻസിസ് ഫുക്കിയാമ ഒരു പുസ്തകം എഴുതി. ദ എൻഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ദ ലാസ്റ്റ് മാൻ എന്നായിരുന്ന പുസ്തകത്തിന്റെ പേര്. ചരിത്രത്തിന്റെ അന്ത്യവും അവസാനത്തെ മനുഷ്യനും. ഈ ചരിത്രത്തിന്റെ അന്ത്യം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ഇനി ചരിത്രം മുന്നോട്ട് പോവില്ല. ചരിത്രം എന്ന് പറയുന്നത് അധിനിവേശത്തിന്റെ സംഘട്ടനങ്ങളുടെ എല്ലാം ചരിത്രമാണ്. ഇനി ലിബറലിസത്തിന്റെ വ്യാപനത്തിൻ്റെതാണ് ചരിത്രം. ഇനി പഴയതുപോലെയല്ല ചരിത്രം. ഇനി ലോകം മുഴുവനും മുതലാളിത്തത്തിന് കീഴ്പ്പെടുന്ന പാശ്ചാത്യൻ മൂല്യങ്ങൾ സ്വീകരിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് സാമുവൽ ഹണ്ടിങ്ടൺ എന്ന് പറയുന്ന പ്രഗത്ഭനായ അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ തന്നെ പുസ്തകം എഴുതുന്നത്. ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന പുസ്തകം. അതിൽ അദ്ദേഹം പറയുന്നത്, ചരിത്രം അവസാനിക്കുകയല്ല. ഇന്നലെ വരെ രാഷ്ട്രങ്ങളായിരുന്നു സംഘട്ടനത്തിലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന സംഘട്ടനം സംസ്കാരങ്ങളുടെ സംഘട്ടനമാണ്. ഇതുവരെ ദേശരാഷ്ട്രങ്ങളുടെ സംഘട്ടനം നടന്നിരുന്നു. രണ്ട് ചേരികളുണ്ടായിരുന്നു. ആ ചേരികളുടെ ദാർശനികമായും രാഷ്ട്രീയമായും പ്രാദേശികമായും എല്ലാമുള്ള സംഘട്ടനങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഉണ്ടാകാൻ പോകുന്നത് സംസ്കാരങ്ങളുടെ സംഘട്ടനമാണ്. ആ സംസ്കാരങ്ങളുടെ സംഘട്ടനത്തിൽ മാനവികതയുടെ സംസ്കാരം ഒരു വശത്തും പ്രാകൃതത്വത്തിന്റെ സംസ്കാരം മറുവശത്തും നിൽക്കും. മാനവികതയുടെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നത് ലിബറൽ പാശ്ചാത്യൻ മൂല്യങ്ങളാണ്. പ്രാകൃതത്വത്തിന്റെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നത് ഇസ്ലാമിക കിഴക്കൻ മൂല്യങ്ങളാണ്. ഇത് പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സന്ദർഭത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണ രാഷ്ട്രീയം മൂർധന്യത്തിലാ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം.
അന്ന് മുതൽ പുതിയ ലോകക്രമത്തിൻ്റെ പുതിയ രൂപത്തിലുള്ള അവതരണങ്ങൾ ആരംഭിച്ചു. അന്ന് മുതൽ മുസ്ലിം ലോകത്ത് വ്യത്യസ്ത രൂപങ്ങളിൽ ഇടപെടലുകൾ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ സ്ഥലങ്ങളിലും മുസ്ലിം പ്രദേശങ്ങളിൽ എന്തെങ്കിലുമെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്നത് ലോക പോലീസിന്റെ ഒരു സ്ഥിരം ഏർപ്പാടായി മാറി. അതോടൊപ്പം തന്നെ ആ സംഘടനകളെ ചൂണ്ടിക്കാണിച്ച് ഇസ്ലാം ഭീകരതയാണ് എന്നുള്ള സന്ദേശങ്ങൾ നൽകാൻ തുടങ്ങിയവർ അവരാണ് ഇസ്ലാമിക് ടെററിസം എന്ന് പറഞ്ഞുണ്ടാക്കിയത്. ആര്? ലിബറൽ മൂല്യങ്ങളുടെ മാധ്യമങ്ങൾ. മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ മാധ്യമങ്ങൾക്ക്, മീഡിയക്ക് നിർവഹിക്കുവാനുള്ള ഒരു വലിയൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം പഴയ കാലത്തേതുപോലെ വിവരങ്ങൾ സംപ്രേഷണം ചെയ്യുക എന്ന ദൗത്യമല്ല. ആരെങ്കിലും അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, എങ്ങനെയാണ് ലോകക്രമമെന്ന് അറിയില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളൊരു പത്രം വായിക്കുമ്പോൾ, നിങ്ങളൊരു ടെലിവിഷൻ ന്യൂസ് കാണുമ്പോൾ, നിങ്ങൾ ഒരു ഇലക്ട്രോണിക് മീഡിയയിലെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയ മീഡിയയിലെ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ തലച്ചോറ് വാഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഇത് വെറുതെ ഞാൻ ഇസ്ലാമികമായൊരു വേദിയിൽ വെച്ച് വെറുതെ പറയുന്നൊരു വർത്തമാനമല്ല. മീഡിയ രംഗത്തെ പ്രഗത്ഭന്മാർ, നോം ചോംസ്കിയെ പോലെയുള്ള ആളുകൾ, അമേരിക്കൻ മീഡിയ വിദഗ്ധനാണ് നോം ചോംസ്കി. അദ്ദേഹം പറഞ്ഞത് മനുഷ്യന്റെ ആത്മാവിലേക്ക് കയറി ചെന്നുകൊണ്ട് അവന്റെ ശത്രുവാക്കുന്ന ആയുധമാണ് മീഡിയ എന്നാണ്. എന്റെ ശത്രുവാക്കുന്ന ആയുധം മീഡിയ. അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു മീഡിയ എന്ന ആയുധം. നമ്മൾ ആലോചിക്കുക, നമ്മുടെ എല്ലാം മനസ്സിൽ തന്നെ പ്രത്യയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയെന്ന്. നമ്മളൊരു ടെലിവിഷൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ടെലിവിഷൻ പ്രോഗ്രാമിന്റെ വരാൻ പോകുന്ന ഒരു ഡോക്യുമെന്ററിയെ കുറിച്ചുള്ള ടീസറാണ് നമ്മൾ കാണുന്നത്. ആ ടീസർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മറ്റെല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് ഒരു വെളുത്ത വസ്ത്രധാരണി വരുമ്പോൾ, വെളുത്ത വസ്ത്രമാണ് അവർ ധരിച്ചിട്ടുള്ളത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് സ്നേഹത്തെക്കുറിച്ച, ആർദ്രതയെക്കുറിച്ച, കാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ച ഒരു ഫീച്ചർ ഇതാ വരാൻ പോകുന്നു എന്നാണ്. ഇതേ വസ്ത്രം ധരിച്ച ഒരു കറുത്ത വസ്ത്രധാരിണിയാണെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ജഡത്വത്തെക്കുറിച്ച, പിന്നോക്കത്തെക്കുറിച്ച, മതമൗലികതയെക്കുറിച്ച ഒരു ഫീച്ചർ വരാനിരിക്കുന്നു എന്നാണ്. ഒരേ വസ്ത്രം വെളുപ്പാകുമ്പോൾ സ്നേഹത്തിൻ്റെതും കറുപ്പാകുമ്പോൾ ജഡത്വത്തിൻ്റെതുമായി മാറുന്നു. എങ്ങനെ നമ്മുടെ തലച്ചോറ് അങ്ങനെയായി? അതിനുള്ള ഉത്തരമാണ് മീഡിയയുടെ വളരെ ശക്തമായ പ്രവർത്തനമെന്ന്. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് മലയാളത്തിലെ ഒരു പത്രം. ആ പത്രം തന്നെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകര പ്രവർത്തനത്തിന്റെ പ്രകടന പത്രികയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് ഭീകരതയെ അല്ല. ആയിരക്കണക്കിന് മനുഷ്യരെ പച്ചയായി ചുട്ടുകൊല്ലുന്നത് ഭീകരതയല്ല. പാവപ്പെട്ട സ്ത്രീകളെ, ഗർഭിണികളായ സ്ത്രീകളെ തങ്ങളുടെ ആയുധം ഉപയോഗിച്ച്, തൃശൂലം ഉപയോഗിച്ച് വയറ് തൊത്തിക്കേറി കുഞ്ഞിനെ തൃശൂലം കൊണ്ട് പൊക്കിപ്പിടിക്കുന്നത് ഭീകരതയല്ല. അതേസമയം അബൂബക്കർ ബാഗ്ദാദി ചെയ്യുന്നത് ഭീകരതയാകുന്നു അവർക്ക്. ഞാൻ സൂചിപ്പിക്കുന്നത്
ഇവിടെ വളരെ വ്യക്തമായി മീഡിയയുണ്ടാക്കുന്ന രണ്ട് ചിത്രങ്ങളാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മീഡിയ എന്നതൊരു ആയുധമാണ്. ആയുധം ചെയ്യുന്ന പണി നിങ്ങളുടെ ശത്രുവാക്കുക എന്നതാണ്. ഇസ്ലാം ഭീകരതയുമായി ഒരു ബന്ധവുമില്ല എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. പരിശുദ്ധ ഖുർആനാണ് ഇസ്ലാമിന്റെ വേദഗ്രന്ഥം. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഖുർആനിന്റെ ഏതാണ് വചനം? അതിനപ്പുറത്തൊരു വചനമില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. ഒരു മനുഷ്യനെ അയാളെ അകാരണമായി ആരെങ്കിലും കൊന്നുകളഞ്ഞാൽ, അകാരണമായി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വിശദീകരണം ആവശ്യമുണ്ടാകും. കൊല്ലുന്നവൻ കാരണം ഉണ്ട് എന്ന രൂപത്തിലാണല്ലോ കൊല്ലുന്നത്. ഇസ്ലാം പറഞ്ഞത് അങ്ങനെയല്ല. മറിച്ച് ഒരാളെ കൊന്നതിന് പകരമായോ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയതിന് പകരമായോ ഒരാളെ ആ നാട്ടിലെ ഭരണാധികാരി കൊല്ലാൻ വിധിച്ച കൊലക്കുറ്റം നടത്തുക, കൊലക്കുറ്റത്തിന് പകരമായി പ്രതിക്രിയയായി വധശിക്ഷ നടപ്പാക്കുക എന്ന കൊലപാതകം ഒഴിച്ച് ഏതെങ്കിലും ഒരു നിരപരാധിയെ ആരെങ്കിലും കൊന്നുകളഞ്ഞാൽ അയാൾ കൊല്ലുന്നത് ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയുമാകുന്നു. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയുമാണ് അയാൾ കൊല്ലുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇസ്ലാമിന്റെ പേരിൽ ഒരാളെയും ഒരു ഭരണാധികാരി കൊലക്കുറ്റത്തിന് വിധിക്കുക എന്നോ ആ ഭരണാധികാരി നിശ്ചയിച്ച സൈന്യം തങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ, ആദർശത്തെ തകർക്കാൻ കടന്നു വരുന്നവരുമായി യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെടുക എന്നോ അല്ലാത്ത ഒരു കൊലപാതകവും മുസ്ലിം വ്യക്തിയുടെ കൈകളിൽ നിന്നും ഉണ്ടാവില്ല. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതും അത് തന്നെ. അന്ത്യനാളിൽ ആദ്യമായി വിധി കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ ഇപ്പോൾ നിരപരാധിയെ കൊല ചെയ്ത കുറ്റമാണ് പ്രവാചകൻ എടുത്തു പറഞ്ഞത്, എണ്ണി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന്. ഇവിടെ കൊലപാതകത്തിലൂടെയുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അധിനിവേശം എന്നത് ഇസ്ലാമിന്റെ ഒരു രീതിശാസ്ത്രത്തിൽ ഇല്ല. പ്രവാചകൻ പഠിപ്പിച്ചൊരു മതത്തിൽ അതില്ല. 14 നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഏർപ്പാടുമല്ല അത്. ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി ലോകത്ത് നിന്ന് ഒരുപാട് സംഭവങ്ങൾ നിവേദനം ചെയ്യപ്പെടേണ്ടിയിരുന്നു. അങ്ങനെയുണ്ടായിട്ടില്ല. മറിച്ച് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുണ്ടാകുന്നു. എന്താണ് പ്രശ്നം? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണ രാഷ്ട്രീയം കൂടി കടന്നു വരുന്നത്. ഒന്നാമതായി ഇസ്ലാം ആദർശപരമായി തന്നെ അവർക്ക് എതിർപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു, സംസ്കാരങ്ങളുടെ സംഘടനമാണ് നടക്കുക. ആ സംസ്കാരം എന്താണ്? ഇവർ മുന്നോട്ട് വെക്കുന്ന സംസ്കാരം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്താണ് ആ സംസ്കാരമെന്ന്? ആ സംസ്കാരം എല്ലാറ്റിനെയും കച്ചവടം ചെയ്യുക എന്ന സംസ്കാരമാണ്. ആ കച്ചവടത്തിൽ നിങ്ങളുടെ തലച്ചോറ് പെടും. ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സ്കൂളുകളുടെ മുറ്റത്തടക്കം നമ്മുടെ കുട്ടികളെ തലച്ചോറിനെ അപകടപ്പെടുത്തുന്ന മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് നമ്മുടെ സർക്കാർ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കുന്നു. യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും അതിനെതിരെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതും ഒരു കച്ചവടമാണ്. മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കുന്നില്ല. ഇത് ഇന്ന് ലോകത്ത് ഏറ്റവും അധികം കച്ചവടം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിലൊന്ന് കൗമാരക്കാരുടെ ലൈംഗികമായ വികാരങ്ങളാണ്. പോർണോഗ്രഫി കോടികളുടെ വിറ്റുവരവുള്ള വലിയ ബിസിനസ്സാണത്. ആ കച്ചവടം വഴി ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ സംതൃപ്തമായ ലൈംഗികതക്ക് കഴിയാത്ത
കുറെ ഞരമ്പ് രോഗികളെ വൈവാഹിക ജീവിതത്തിന്റെ തലത്തിലേക്ക് എത്തുന്ന സമയമാകുമ്പോഴേക്ക് സൃഷ്ടിക്കുക എന്ന വലിയ പാതകം. പക്ഷേ അത് തടഞ്ഞു വെക്കാൻ മുതലാളിത്തത്തിന് കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അത് കച്ചവടമാണ്. എല്ലാം അങ്ങനെ. ആ കച്ചവടത്തിൽ അവരുടെ പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്ന് ലഹരി തന്നെയാണ്. രണ്ടാമത്തേത് പെണ്ണിന്റെ സൗന്ദര്യമാണ്. പെണ്ണിന്റെ സൗന്ദര്യം അവരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ്. പറഞ്ഞു തരേണ്ടതില്ല നമുക്കാർക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ടെലിവിഷൻ കാണുന്നതിനിടക്ക് എത്രയെത്ര സുന്ദരിമാരുടെ ശരീരത്തിലെ നിമ്നോന്നതികളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു ശ്രോതാവിന്റെ കണ്ണുകൾക്ക് എന്നെല്ലാവർക്കും അറിയാം. രാവിലെ കുടിക്കേണ്ട കട്ടൻ കാപ്പി ഏത് പൊടി ഏതാണ് എന്ന് തീരുമാനിക്കാൻ മുതൽ രാത്രി കിടക്കേണ്ട തലയണ എങ്ങനെയുള്ളതാകണമെന്ന് തീരുമാനിക്കാൻ വരെ പെണ്ണിന്റെ ശരീരത്തിന്റെ നിമ്നോന്നതികളിലൂടെ കണ്ണ് കടന്നു പോകണം. അതിന് പിന്നെ വലിയൊരു സയൻസ് ഉണ്ട്. നമ്മുടെ തലച്ചോറിനെ പെണ്ണിന്റെ ശരീരം ഉപയോഗപ്പെടുത്തി പ്രോഡക്റ്റിനെ വിൽക്കുവാനുള്ള രീതിയെക്കുറിച്ച് ന്യൂറോ മാർക്കറ്റിംഗ് എന്ന വലിയ ശാസ്ത്രം തന്നെയുണ്ട്. ഞാനത് വിശദീകരിക്കുകയല്ല. അവിടെ നമ്മൾ അറിയേണ്ടത് അവിടെയും പെൺ സൗന്ദര്യത്തെ ഉപയോഗപ്പെടുത്തുന്നു. മൂന്നാമതായി പെണ്ണിന്റെ ശരീരത്തെ ഉപയോഗിക്കുന്ന രംഗത്തുള്ള വിലക്കുകൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ പുതിയ കാലത്തെ പേരാണ് നവനാസ്തികത എന്നത്, ന്യൂ എത്തിസം എന്നത്. പെണ്ണിന്റെ ശരീരത്തെ ഉപയോഗിക്കുവാൻ ഏത് സമയത്തും എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതില്ലെന്ന് തടഞ്ഞു നിർത്തുന്ന മതനിയമങ്ങൾക്കെതിരെയുള്ള പോരാട്ടം എന്നാണ് ന്യൂ എത്തിസത്തിന് കൊടുക്കേണ്ട നിർവചനം. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ 4 കുതിരകളും ഒരേ സ്വരത്തിൽ പറയുന്ന മതം ചെയ്യുന്ന വലിയ തെറ്റതാടി എന്നാണ്. ആ 4 സ്വരങ്ങളും എവിടെ നിന്നാണ് വരുന്നത്? നേരത്തെ പറഞ്ഞ പാശ്ചാത്യൻ ലിബറൽ ചിന്താഗതിയിൽ നിന്ന്. അവരുടെ വീക്ഷണത്തിൽ ഇൻസെസ്റ്റ് തെറ്റല്ല. ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളുമായി മക്കൾ നടത്തുന്ന രതി മുതൽ സഹോദരങ്ങൾ നടത്തുന്ന രതി വരെയാണ്. അവരുടെ വീക്ഷണത്തിൽ പീഡോഫിലിയ തെറ്റല്ല. പീഡോഫിലിയ എന്ന് പറഞ്ഞാൽ പ്രായമാകാത്ത കുട്ടികളുമായി നടത്തുന്ന ലൈംഗികമായ വീഴ്ചയാണ്. അവരോടുള്ള ലൈംഗികമായ ഇഷ്ടമാണ്. അവരുടെ വീക്ഷണത്തിൽ ബെസ്റ്റിയാലിറ്റി തെറ്റല്ല. ജന്തുക്കളുമായി നടത്തുന്ന ലൈംഗിക ക്രീഡകൾക്കാണത് പറയുക. അവരുടെ വീക്ഷണത്തിൽ നേക്രോഫിലിയ തെറ്റല്ല, ശവങ്ങളുമായി നടത്തുന്ന രീതിയാണിത്. ഞാൻ സൂചിപ്പിക്കുന്നത് ലൈംഗികതയുടെ രംഗത്തുള്ള എല്ലാ തരത്തിലുമുള്ള വിധിവിലക്കുകളെ കാറ്റിൽ പറത്തണം എന്നുള്ളതാണ് പുതിയ കാല മുതലാളിത്തത്തിന്റെ അടിസ്ഥാന തത്വം. കഴിഞ്ഞില്ല. മാർക്കറ്റിനെ സ്നിഗ്ധമാക്കാൻ അവരുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി ലോട്ടറിയാണ്, മറ്റൊന്ന് പലിശയാണ്. ഈ 5 കാര്യങ്ങൾ, ആ 5നോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരാദർശം ഇസ്ലാമാണ്. ഇസ്ലാമിക സംസ്കാരം അവരെ സംബന്ധിച്ചിടത്തോളം തീരെ പഥ്യമില്ലാതെയാകുന്നത് അതുകൊണ്ടാണ്. 5നോടും പുറംതിരിഞ്ഞു നിൽക്കുന്നു. അവർക്ക് മുതലാളിത്തത്തിന് ഇസ്ലാമികമായ ആദർശം സ്വീകരിക്കുന്ന ഒരാളുടെ തലച്ചോറിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു വാതിലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇസ്ലാമിൽ നിന്ന് ആളുകളെ പുറത്തു കൊണ്ടുവന്ന് മാത്രമേ അവരുടെ തലച്ചോറിനെ തങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയൂ എന്ന് മുതലാളിത്തത്തിന്, ലിബറലിസത്തിന് അറിയാം. അതിന് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പരത്തണം. അതിന് ഇസ്ലാമിനെ കുറിച്ച് അപകർഷതാബോധം മുസ്ലിം യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കണം ഒരു വശത്ത്. അതോടൊപ്പം തന്നെ മറുവശത്ത് മുസ്ലിം കായശേഷി അതിനെ പ്രോഡക്റ്റീവ് അല്ലാത്ത മാർഗങ്ങളിലൂടെ ഉപയോഗപ്പെടുത്തണം. അത് പ്രശ്നങ്ങളിലേക്ക് തിരിച്ചുവിടണം. അതിനെന്താണ് മാർഗം? അതിന് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ മുസ്ലിങ്ങളുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ സംഘടനകൾ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതിന് പ്രത്യേക കാരണങ്ങൾ ഉണ്ടാക്കുക.
ആ കാരണങ്ങൾ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും അവിടേക്ക് ഇടപെടാനുള്ള അവസരമുണ്ടാകും. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നതിന്റെ ഗുണഭോക്താവ് ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് അഫ്ഗാനിസ്ഥാനിനെ ആര് നിയന്ത്രിക്കുന്നു എന്നതാണ്. ഇറാഖിലെ യുദ്ധങ്ങളും പ്രശ്നങ്ങളുമെല്ലാം നടന്നപ്പോൾ അതിന് ഗുണഭോക്താവ് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഇന്നത്തെ ഇറാഖിലെ എണ്ണക്കിണറുകൾക്ക് മുകളിൽ കാവൽ നിൽക്കുന്നത് ആരാണ് എന്ന ഉത്തരമാണ്. ആ ഉത്തരങ്ങളിലെല്ലാം നമ്മൾ കാണുക USA എന്ന 3 ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ്. അവിടെ തന്നെയാണ് ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്ന സകലവിധ കലാപങ്ങളുടെയും തലച്ചോറ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. വളരെ വിശദമായി പഠിക്കേണ്ട വിഷയമാണിത്. അവിടെ എന്ത് സംഭവിക്കുന്നു? ഇതിങ്ങനെ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളെ ഇങ്ങനെയാക്കി തീർക്കുവാൻ എന്താണ് മാർഗം? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മീഡിയ എന്ന ആയുധം കടന്നു വരുന്നത്. ഇവിടെ പ്രശ്നമുണ്ട്, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ മീഡിയ കാണിച്ചു തരുന്നു നമ്മുടെ മുന്നിൽ. എന്നിട്ട് നമ്മുടെ യുവാക്കളുടെ മനസ്സിലേക്ക് മീഡിയ ഇട്ടുകൊടുക്കുന്ന ആശയം, നിങ്ങൾ ആയുധമെടുക്കുകയല്ലാതെ യുവാക്കളെ, നിങ്ങൾ ആയുധമെടുത്ത് പോരാടുകയല്ലാതെ യുവാക്കളെ, ഈ പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന സൊല്യൂഷനാണ്. മീഡിയ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായിരിക്കും, ഇസ്ലാമിക ഭീകരവാദത്തിനെതിരായിരിക്കും. പക്ഷേ നിങ്ങളറിയാതെ യുവാക്കളുടെ മനസ്സുകൾക്കകത്തേക്ക് തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ വിത്തുകൾ ഇട്ട് കൊടുക്കുന്നത് ഈ മീഡിയയാണ്. ആ മീഡിയ അല്ലാതെ പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ അല്ല. ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. നമുക്ക് നമ്മുടെ കാലഘട്ടത്തിലെ സംഭവങ്ങളിലൂടെ കടന്നു പോയാൽ തന്നെ അക്കാര്യം നമുക്ക് വളരെ കൃത്യമായി കാണാൻ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി ഭീകരതാ പരിഹാരം പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? അത് ലോകത്തെ ഈ മുതലാളിത്ത മീഡിയ എന്ന് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഉത്തരം. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് തന്നെ ലോകത്ത് കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, എണ്ണ ഉള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളാണ് ജീവിക്കുന്നത് എന്നത് തന്നെയാണ്. ആ എണ്ണ ഉള്ള സ്ഥലങ്ങളിൽ, നോം ചോംസ്കിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നോം ചോംസ്കി പറയും, എന്നോട് ഒരു 30 കൊല്ലം കഴിഞ്ഞ് മിഡിൽ ഈസ്റ്റിലെ സംഗതികളെ കുറിച്ചൊരു പ്രസംഗത്തിന് ഡേറ്റ് ചോദിച്ചാൽ, ഞാൻ ഡേറ്റ് കൊടുത്താൽ, ആ ഡേറ്റിന്റെ ഒപ്പം വിഷയം ചോദിച്ചാൽ, ഞാൻ വിഷയം കൊടുക്കും ദ ക്രൈസിസ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് എന്ന്. എന്തുകൊണ്ട് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ മധ്യപൗരസ്ത്യ ദേശത്തെ പ്രതിസന്ധി എന്ന്. 30 കൊല്ലം കഴിഞ്ഞും ഇതേ പ്രതിസന്ധി ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ 30 കൊല്ലം കഴിഞ്ഞാലും അവിടെയുള്ള എണ്ണ വറ്റില്ല എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ പറയുന്നത്. ഇത് പറയുന്നത് അമേരിക്കൻ മീഡിയ രംഗത്തെ വിദഗ്ധനാണ്. അവിടെ എണ്ണയാണ്, എണ്ണ രാഷ്ട്രീയമാണ് ലോകത്ത് ഭീകരതയുണ്ടാക്കുന്നത് എന്നർത്ഥം. ഏറ്റവും വലിയ ഭീകരവാദികളായി അറിയപ്പെടുന്ന ആളുകൾ, അവർ നർച്ചർ ചെയ്യപ്പെട്ടത് എവിടെ നിന്നാണ്? നിങ്ങളത് മാത്രം പരിശോധിച്ചാൽ മതി നേർക്ക് നേരെയുള്ള പഠനത്തിന്. ഉസാമ ബിൻ ലാദൻ സൗദി അറേബ്യക്കാരനാണ് തീർച്ചയായും. പക്ഷേ സൗദി അറേബ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് അദ്ദേഹം ഫ്ലൈറ്റ് കയറുമ്പോൾ അദ്ദേഹത്തിന്റെ തലച്ചോറിൽ ഇസ്ലാമിക ഭീകരവാദം പോയിട്ട് ഇസ്ലാം പോലും വേണ്ട രൂപത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ അമേരിക്കയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ്, എഞ്ചിനീയറിംഗ് ഡിഗ്രിയും കഴിഞ്ഞ് അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ കഴിയുന്നൊരു ഗറില്ല ഗ്രൂപ്പുമായിട്ടാണ്. ആ ഗ്രൂപ്പ് വളർന്നു, അത് പിന്നീട് എവിടെയൊക്കെ എത്തിയെന്ന് നമുക്കറിയാം. ഓരോ ഭീകരവാദിയുടെയും, അന്താരാഷ്ട്ര തലത്തിലെ ഭീകരവാദിയുടെയും ജനനത്തിന് പിന്നിൽ നമ്മൾ സൂക്ഷ്മമായി അന്വേഷിച്ചാൽ ഇത്തരം സംഭവങ്ങൾ കാണാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. ചുരുക്കത്തിൽ ഭീകരവാദം ഇസ്ലാമിൻ്റെതല്ല, പക്ഷേ ഭീകരത നിലനിൽക്കുന്നു ഇസ്ലാമിൻ്റെ പേരിൽ. എന്തുകൊണ്ടെന്നാൽ അവിടെ മുസ്ലിങ്ങളെ ഇങ്ങനെയാക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. അതിനുള്ള പരിഹാരം മറ്റൊന്നുമല്ല, മുസ്ലിങ്ങളുടെ
അജണ്ട നിശ്ചയിക്കേണ്ടത് മാധ്യമങ്ങളല്ല, ആനുകാലിക സംഭവങ്ങൾ പോലുമല്ല. മുസ്ലിങ്ങളുടെ അജണ്ട 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിരിക്കുന്നു. ആ അജണ്ട പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആ അജണ്ടയിലേക്ക് എന്താണ് മുസ്ലിങ്ങളുടെ ദൗത്യമെന്ന് പ്രവാചകൻ നിർവഹിച്ച പറഞ്ഞു തന്ന ദൗത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്ന ദൗത്യമാണ് ഭീകരതയ്ക്കെതിരെയുള്ള സമരത്തിലെ മുസ്ലിം ഭാഗധേയത്തിന്റെ അടിത്തറ എന്നുള്ളതാണ് സത്യം. അത് മാത്രമാണ് ഭീകരതക്കുള്ള പരിഹാരവും.